നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ കെ സുരേന്ദ്രൻ വീണ്ടും ആയുധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. LDFും UDFും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്നാണ് സുരേന്ദ്രന്റെ പുതിയ കാച്ചൽ. ഭരണകക്ഷിയായ LDF പോലും അവകാശപ്പെടാത്ത കാര്യങ്ങൾ പ്രതിപക്ഷമായ UDF നേതാവ് ശശി തരൂർ നാടാകെ പറഞ്ഞു നടക്കുന്നു. മന്ദബുദ്ധികളായ UDF LDFിന്റെ വികസന പ്രചരണം ഏറ്റെടുക്കുന്ന പരിഹാസ്യ കാഴ്ചയാണ് കേരളത്തിലുള്ളതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. സത്യത്തിൽ ശശി തരൂർ യോഗ്യത കൊണ്ട് കേരള മുഖ്യമന്ത്രിയാകാനും കഴിവുകൾ കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനും വരെ സാധ്യതയുള്ള വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ചെന്ന് പെട്ടത് കോൺഗ്രസിൽ ആയതുകൊണ്ട് കഴിവുകൾ വെച്ച് ഒരു ഇഞ്ച് പോലും ഉയരാൻ സമ്മതിക്കില്ല കോൺഗ്രസ്. യോഗ്യത എന്നത് കോൺഗ്രസിൽ ആവശ്യമില്ലാത്ത ഒരു സംഗതിയാണ്. വ്യക്തിപരമായ അഭിപ്രായം പറയാനാണെങ്കിൽ പ്രവർത്തക സമിതിയിൽ നിന്നും അദ്ദേഹം രാജിവെക്കട്ടെ എന്നാണ് MM ഹസൻ തരൂരിനെ വിരട്ടിയിരിക്കുന്നത്. ശശി തരൂർ കൊളുത്തിയ എരുതിയിൽ പിണറായിയും ഗോവിന്ദൻ മാസ്റ്ററും ബാലഗോപാലും ചേർന്ന് നന്നായി എണ്ണ ഒഴിക്കുന്നുമുണ്ട്. വിലക്കയറ്റം കൊണ്ടും വികസന മുരടിപ്പിനാലും വ്യാപകമായ അഴിമതിയാലും LDF ഏറ്റവും മോശമായ ഭരണത്തിൽ ഇരിക്കുമ്പോഴാണ് ശശി തരൂരിന്റെ അസ്ഥാനത്തെ എഴുത്തും പ്രസ്താവനയുമൊക്കെ. അധിക ദൂരമില്ലാത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് UDFനെ തല്ലാൻ നല്ലൊരു ആയുധം തരൂർ നൽകി. അതിനിടയിൽ മുട്ടനാടിന്റെ ചോര കുടിക്കാൻ തക്കം പാർത്തിരുന്ന BJP ഇതൊരു ചാകരയാക്കി മാറ്റി. BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പറയുന്നു, ഇപ്പോഴാണ് ഇന്ത്യ സഖ്യം കേരളത്തിൽ യഥാർത്ഥത്തിൽ ശക്തമായതെന്ന്. ഇന്ത്യ മഹാരാജ്യത്തിൽ സ്റ്റാർട്ടപ്പുകൾ വളർച്ച പ്രാപിച്ചത് സംസ്ഥാന സർക്കാരിന്റെ പ്രയത്നഫലമല്ലെന്നും കേന്ദ്ര സർക്കാരാണ് വികസനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നതെന്നും സുരേന്ദ്രൻ അവകാശപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നത് LDF ഭരിക്കുന്ന കേരളത്തിലാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. UDFന്റെ സർവ്വ നേതാക്കന്മാരും ശശി തരൂരിനെ തള്ളിപ്പറയുന്നു. KC വേണുഗോപാലും പിന്തുണയ്ക്കുന്നില്ല. ഇനി എങ്ങനെ എങ്ങോട്ട് എന്ന ആലോചനയിലാണ് തരൂർ. നന്നായി എഴുതുന്ന, അതിലേറെ ചിന്തിക്കുന്ന, മനോഹരമായി സംസാരിക്കുന്ന, ശാസ്ത്രബോധാടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ശശി തരൂർ കോൺഗ്രസിന്റെ ഉന്നതിയിലെത്തുവാൻ പല തന്ത്രങ്ങളും പയറ്റി നോക്കിയെങ്കിലും ആരെയും വലിച്ച് താഴെയിടാൻ പ്രത്യേക ഞണ്ടിൻ കാലുകളുള്ള കോൺഗ്രസ് നേതാക്കന്മാർ 1 ഇഞ്ച് മുന്നോട്ട് പോകുന്ന ശശി തരൂരിനെ 2 ഇഞ്ച് പിന്നോക്കം വലിച്ചുകൊണ്ടേയിരിക്കുന്നു. KPCC പ്രസിഡന്റായി സുധാകരനെ വാഴിക്കാത്തവർ, പ്രതിപക്ഷ നേതാവായി VD സതീശനെ പിന്തുണയ്ക്കാത്തവർ, കേന്ദ്ര നേതാവായി KC വേണുഗോപാലിനെ അടപടലം വിമർശിക്കുന്നവർ, അവരുടെ ഒരു സംഗമമാണ് കോൺഗ്രസ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് അതേ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പരാജയപ്പെടുത്തുന്ന ഒരേ ഒരു കക്ഷി ഇന്ത്യയിൽ കോൺഗ്രസ് മാത്രമായിരിക്കും. പണ്ടൊക്കെ കോൺഗ്രസിന്റെ ശാപം ഗ്രൂപ്പുകളായിരുന്നെങ്കിൽ ഇന്ന് അത് വ്യക്തിഗത സംഘങ്ങളായി പരിണമിച്ചിരിക്കുന്നു. VD സതീശന്റെ ആള്, സുധാകരന്റെ, രമേശ് ചെന്നിത്തലയുടെ, കൊടിക്കുന്നിലിന്റെ എന്ന് തുടങ്ങി ബൂത്ത് പ്രസിഡന്റ് വരെ വ്യക്തിശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു. പെൻഷനും കിറ്റും നൽകി അധികാരം തുടർന്ന LDFന്റെ അടുത്ത ഊഴം പ്രതിപക്ഷ നേതാക്കൾ തന്നെ ചാർത്തി നൽകിയ വ്യാജ വ്യവസായ കുതിപ്പും കേന്ദ്രം പണിയുന്ന റോഡിന്റെയും പാലങ്ങളുടെയും മുകളിലുള്ള അവകാശവാദങ്ങളും ആയിരിക്കും. നമ്മൾ സഹിക്കണം, ക്ഷമിക്കണം. കാരണം നമ്മളാണ് പൊതുജനങ്ങൾ. പൊതുജനം അത് തന്നെ.